രാഹുൽ മാങ്കൂട്ടത്തിനെ ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ പുതിയ ആരോപണങ്ങൾ രാഹുലിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയകൾ ആഘോഷിക്കുന്നു എന്നുള്ളതും കൃത്യമാണ്. എന്നാൽ അറസ്റ്റ് ചെയ്യുന്നില്ല. അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ കേരള പോലീസ് എടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഇപ്പോഴത്തെ ചില അഴിമതി ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ മറയാക്കാൻ വേണ്ടിയിട്ട് രാഹുലിനെ ഉപയോഗിക്കുന്നു എന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ശബരിമലയിലെ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെയാണ്. അത് വലിയ ചർച്ചയായി വരുന്ന സമയത്ത് അതിനെ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഇരകളെ തേടിക്കൊണ്ട് രാഹുലിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ്. ഈ നടപടിക്കൊരുങ്ങുക എന്ന് മാത്രമേ പറയൂ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നാളെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. അത് തള്ളപ്പെട്ടു പോയാൽ പിന്നെ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയിൽ പോയിട്ട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴത്തേനും അല്ലെങ്കിൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തിട്ട് ഏറെക്കുറെ വിധി പറയാനാവുമ്പോഴത്തേനും ഇവിടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് അവസാനിക്കുകയും ചെയ്യും. അതോടുകൂടി പിന്നെ വിഷയമല്ല, ഇത് വിവാദമല്ലാതാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പുതിയ ഇരകളെ തേടിയിട്ട് നെട്ടോട്ടം ഓടുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും സ്ത്രീയെ കിട്ടിക്കഴിഞ്ഞാൽ രാഹുലിനെതിരെ പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ മുൻപത്തെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യില്ല. ആ റൂട്ടിലേക്കും ആ രീതിയിലേക്കും ഇടതുപക്ഷം വല്ലാത്ത രീതിയിൽ തരം താന്നിരിക്കുന്നു എന്ന് ഇപ്പോഴത്തെ വർത്തമാന സംഭവ വികാസങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന തെരഞ്ഞെടുപ്പൊന്നുമല്ല. അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനലാണ്. ഇവിടുത്തെ വിജയം അവിടുത്തെ വിജയ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഒതുങ്ങിക്കിട്ടണം. വലിയ മുന്നേറ്റം ഉണ്ടായി എന്ന് ജനങ്ങളെ അല്ലെങ്കിൽ കേരളക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ കടമയാണ്. മൂന്നാമത്തെ ടേമിലേക്കും കയറി വരണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് ഒരു വിശ്വാസത്തിലെടുക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുലിനെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാതെ ഈ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കൃത്യമായ രീതിയിൽ സൈബർ വിങ്ങൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാനത്ത് ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒളിവ് ജീവിതം നടത്തുന്ന വ്യക്തി നല്ല രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയത്തിലൂടെ ജീവിച്ചു പോകുന്ന ആളാണ്. അത്തരം പ്രവൃത്തിയുള്ള ഒരാളെയൊക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ കള്ളത്തരം പൊള്ളത്തരം നടത്തുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കുരുട്ട് രീതിയിലൂടെയാണ് ജീവിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ പോലീസിനെ എങ്ങനെ വെട്ടിക്കാൻ പറ്റും? അവരുടെ കയ്യിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? ആ കാര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നവരാണ് ഹൈടെക് കള്ളന്മാരായിട്ടൊക്കെ നിൽക്കുന്നത്. ആ ലിസ്റ്റിലൊന്നും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇല്ലല്ലോ. രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് ഇത്തരം പ്രയോഗങ്ങളൊന്നും നടത്തില്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമതൊരു സ്ത്രീയും വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അവർക്ക് വേണമെങ്കിൽ ഒരാഴ്ച മുമ്പ് പറയാം, അല്ലെ ഒരാഴ്ച കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ടും പറയാം. എന്താ ഇപ്പോൾ പറയാൻ കാരണം? മാത്രമല്ല ഇപ്പോഴത്തെ പരാതിയൊക്കെ നേർക്കുനേരെ മുഖ്യമന്ത്രിയുടെ കൈവശത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അതായത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത്, കോടതിയിലും കൊടുക്കാം. മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന സമയത്ത് അത് ഒരു ചർച്ചയായി. മുഖ്യമന്ത്രി അപ്പോൾ തന്നെ പത്രക്കാരെ വിളിക്കുന്നു, അതാ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് പറയുന്നു. പിന്നീട് അത് ബന്ധപ്പെട്ട SP-ക്കോ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കോ മേധാവികൾക്കോ കൈമാറുന്നു. മുഖ്യമന്ത്രി കിട്ടിയ പരാതി മേധാവികൾക്ക് കൈമാറുന്നുണ്ട് എന്ന് പത്രത്തിലൊക്കെ നമ്മൾ വായിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ചാനലിലൊക്കെ റിപ്പോർട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം രഹസ്യമാക്കി വെച്ചാൽ മതി. അത് രഹസ്യമാക്കല്ല, പരസ്യമാക്കണം. അപ്പോൾ മുഖ്യമന്ത്രി കിട്ടുന്നു, മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? SP-ക്ക് കൈമാറുന്നു. SP ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പുതിയ ആൾക്കാരെ നിയമിച്ചുകൊണ്ട് അവർക്ക് അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് ഇടുന്നു. ആ ഭാഗങ്ങളിലെല്ലാം അത് ചാനൽ വളരെ പ്രാധാന്യത്തോടു കൂടി വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഗൗരവത്തിലായിട്ട് എടുക്കേണ്ട ഒരു കേസ്. ജനങ്ങൾ ഈ സ്ത്രീകളുടെ പക്ഷം നിന്നുകൊണ്ട് ഇടതുപക്ഷം സംസാരിക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കുന്ന രീതിയിലെ ആ പ്രവൃത്തിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നീക്കൊണ്ട് ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് പ്രത്യയശാസ്ത്ര കമ്മ്യൂണിസം കഴിഞ്ഞു, അത് അസ്തമിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉള്ളത് ഫാസ്റ്റ് കമ്മ്യൂണിസമാണ്. അപ്പോൾ എന്തു ചെയ്യുക? ഭരണം നിലനിർത്താൻ വേണ്ടി എത്ര ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ഹിറ്റ്ലറിൽ ജർമ്മനി ചെയ്ത അതാണ്. എനിക്ക് ഭരണം നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ആവശ്യം. ന്യായ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നേ ഇല്ല. ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. മാർഗം എന്തും ഉപയോഗിക്കാം, ലക്ഷ്യം നമുക്ക് നേടണം. ഭരണം കിട്ടണം, അതിന് ഏത് തരത്തിലുള്ള മാർഗം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇതിൻ്റെയൊക്കെ സാരാംശം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഒരുപക്ഷെ എതിർക്കാൻ സാധ്യതയില്ല. ഇനി എതിർത്താലും
ഇനി മേലെ അതിന് മേൽക്കോടതിയിലേക്ക് പോകും. അപ്പോഴൊക്കെ ഇവിടെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു തിരക്കഥ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ നീങ്ങണം, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിപ്പോയാൽ എന്ത് ചെയ്യണം, അതിന് മേൽക്കോടതി പോവുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണം, ഈ കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടുണ്ട് ഇടതുപക്ഷം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ ഇതിന് മുൻപ് വന്നിരിക്കുന്ന പല വിഷയങ്ങളും ശ്രദ്ധയോടുകൂടി നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പൗരത്വ വിഷയം വന്നാലും, ഏക സിവിൽ കോഡാണെങ്കിലും, വഖഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഇതിലൊക്കെ കമ്മ്യൂണിസത്തിന് പ്രത്യേകമായിരിക്കും ഒരു ടച്ചും ഒരു താല്പര്യമുണ്ട്. വഖഫ് ബോർഡിൽ ഈ വലിയ വിഷയം ഉണ്ടായ സമയത്താണ് പിന്നീട് കേരളത്തിലെ എല്ലാ സുന്നി അല്ലെങ്കിൽ മുസ്ലിം പക്ഷവും ഇടതുപക്ഷ സർക്കാർ തിരിഞ്ഞപ്പോഴാണ് വഖഫ് ബോർഡിലെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇടതുപക്ഷ സർക്കാർ പിന്നോട്ടം പോയത്. പ്രവാചകൻ്റെ തിരുകേശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്തും ആദ്യ ഘട്ടത്തിലൊക്കെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുകയും അതിൽ ഇടപെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുന്ന സമയത്ത് അതിന് അയവ് വരുത്തിയിട്ട് അത്ര കാഠിന്യമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ പത്രക്കാരുടെ ചോദ്യത്തിന് ഇയാൾ മറുപടി പോലും പറയാതായി. കാര്യമെന്ന് പറയുന്നത് ഇത് തങ്ങളുടെ വോട്ട് ബാങ്കിനെ സാരമായിട്ട് ബാധിക്കുമോ എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. SIR വിഷയമായി വന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിനെ എതിർത്തിട്ടില്ലല്ലോ, അത് വന്നോട്ടെ എന്ന രീതിയിലാണ്. പിന്നീട് രാഷ്ട്രീയ പാർട്ടിക്കാർ ആദ്യം തന്നെ SIRുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീട്ടിവെക്കണമെന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചത് ഒന്ന് മുസ്ലിം ലീഗാണ്. പിന്നീട് കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവ് പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പാർട്ടിക്കാർ പോയതിന് ശേഷം ഏറ്റവും അവസാനമാണ് കേരള സർക്കാർ പോയത്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തായാലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. സംഭവം ഈ SIR നടപ്പിലാക്കിയത് കേരളത്തിൽ ആദ്യമായിട്ടല്ല, ബീഹാറിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനത്തിൽ നടപ്പിലാക്കിയ സമയത്ത് കേരളത്തിലും നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചിട്ടില്ല. ശ്രമിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് എന്നുള്ള ചുരുക്കമാണ്. ഏറ്റവും ഒടുവിൽ പോയി അത് ജനങ്ങൾ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് ചുരുക്കം. അപ്പോൾ ഈ പരാതിക്കാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനു മുൻപും പല ഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന ആരോപണ വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പരാതി കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തുക, എന്നിട്ട് വലിയ പണം പ്രഖ്യാപിക്കുക, അവർക്ക് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. പരാതി എവിടെ കൊടുക്കണം? അവരുടെ പോലീസ് സ്റ്റേഷൻ അല്ല പരാതി കൊടുക്കണം, നേരെ മുഖ്യമന്ത്രി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ വാർത്താ പ്രാധാന്യം കിട്ടും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത് തരത്തിൽ മനസ്സിലാക്കിയാലും ഈ ഇലക്ഷൻ കഴിയുന്നവരെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മുൻപത്തെ ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുന്ന സമയത്തും വിലയിരുത്തുന്ന സമയത്തും വളരെ കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് ചുരുക്കം. അതല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ കോടതിയിൽ കേസ് എത്തിയിട്ടില്ല. അതൊക്കെ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴാണ്. ഈ സംഭവം നടന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു. പിന്നീട് പാർട്ടിയുടെ അംഗത്വം, പ്രാഥമിക അംഗത്വം പോലും ഒഴിവാക്കി. നിയമസഭയിൽ തന്നെ ഇയാളെ വേറെ ഒരു പ്രത്യേകമായിരിക്കുന്ന സ്ഥലത്ത് നിർത്തുന്ന രീതിയിൽ, കോൺഗ്രസിനൊപ്പം കൂടെ നിർത്താത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി. ഈ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റി വന്നു. ഒരു കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു വളരെ കൃത്യതയോടുകൂടി ഒരു നിലപാട് പറഞ്ഞു എന്നുള്ളതും നിലപാട് ചെയ്തു എന്നുള്ളതും കേരളത്തിൽ തന്നെ ആകാംക്ഷയാക്കിയിരിക്കുന്ന കാര്യമാണ്. സാധാരണ ഇത്തരം വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത്തരം പാർട്ടി നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണ് എല്ലാ കാലത്തും ഉണ്ടാവാറുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ചെയ്തതും അത് അവരെ പിന്തുടരുന്ന നയങ്ങളും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. മുകേഷ് MLA കുറിച്ചൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ മാത്രമല്ല, പോലീസ് കേസായിട്ടുണ്ട്, കോടതിയിൽ വരെ കേസ് കയറിയ വിഷയങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്തു? ഇടതുപക്ഷം സംരക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പാർട്ടിയിൽപ്പെട്ട ഈ മെമ്പർമാർക്കെതിരെ ഈ പോലെയുള്ള ലൈംഗികപരമായിരിക്കുന്ന കാര്യങ്ങളുണ്ടായ സമയത്തൊക്കെ സംരക്ഷണം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയമാണ്. നിയമസഭയിൽ ഭരണം നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അത് വരാൻ പോകുന്ന നിയമസഭയെ ബാധിക്കും. ആ സമയത്ത് ഈ കഴിഞ്ഞു പോയിരിക്കുന്ന എല്ലാവിധ അഴിമതികളും എല്ലാവിധ പ്രശ്നങ്ങളും ആ സമയത്ത് ഈ UDF സംവിധാനം അധികാരത്തിൽ വരുന്ന സമയത്ത് പുനരിൽ വരുമോ എന്നൊരു പേടിയും യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പല ഘട്ടത്തിൽ KM ഷാജി പറഞ്ഞ പോലെ ഈ CMൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പ്രവൃത്തി കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള ആരോപണം അയാൾ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിരീക്ഷിക്കുന്ന സമയത്തും ഇതിൻ്റെ സത്യാവസ്ഥകളൊക്കെ പഠിക്കുന്ന സമയത്തും ഏറെക്കുറെ CMൻ്റെ ഓഫീസിലേക്ക് കയറുന്ന രീതിയിലും അങ്ങനെ ഒരു ടച്ചിങ് ഉള്ള രീതിയിലുമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഒരു കൃത്യതയോടുകൂടി ഈ വിഷയമായിട്ട് വിലയിരുത്തുന്ന സമയത്ത് അതിൽ വളരെ സൂക്ഷ്മതയോടുകൂടി രാഷ്ട്രീയം കളിക്കുന്നു.
അറസ്റ്റ് ചെയ്യും, അന്വേഷിക്കുകയാണ്, അവിടെ കണ്ടെത്തിയിട്ടുണ്ട്, ഇവിടെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, കൂടെയുള്ള ആളെ കണ്ടിട്ടുണ്ട്, ഡ്രൈവർ ഇതാണ് എന്ന് സംശയിക്കുന്നു, വാഹനത്തിൻ്റെ നമ്പർ ഏറെക്കുറെ ഇത് തന്നെയാണ്, അത് ഇന്ന റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഇപ്പോൾ പിടിക്കും എന്ന് പറഞ്ഞിട്ട് ആകാംക്ഷയിൽ നിർത്തുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അതാണിപ്പോൾ നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ. അല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു ശ്രമവും ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ശ്രമം ആരംഭിച്ചാൽ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരിക്കലും ഇടതുപക്ഷം അവരുടെ രീതി വെച്ച് നോക്കുന്ന സമയത്ത് അവർ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതിങ്ങനെ കത്തിച്ച് നിലനിർത്തുക എന്നുള്ളതും അതിൻ്റെ ഇടയിൽ തന്നെ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുക. ഇപ്പോൾ രാഹുലിനെതിരെ ഇനിയും ആരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സ്ത്രീകൾ മുന്നോട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ചാനലിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇടതുപക്ഷ ചാനലുകളൊക്കെ ഇതിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ പത്രങ്ങളിലൊക്കെ അനുഭാവികളായിരിക്കുന്ന പത്രങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം ഇത് തന്നെയാണ്. തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. ആ തിരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിലൂടെ വരാൻ പോകുന്ന നിയമസഭയിൽ 3ാം ഘട്ടത്തിലും അധികാരത്തിലേറാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള നല്ലൊരു അവസരമാണ് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വീണ് കിട്ടിയത് എന്ന് ചിന്തിക്കുന്നവരാണ് ഇടതുപക്ഷത്തിൽ ബഹുഭൂരിപക്ഷവും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.